കാട്ടിന്റെ അരികിലായുള്ള ഒരു ഗ്രാമത്തിൽ ശ്ലോക് എന്നു പേരുള്ള ഒരു കൃഷിക്കാരൻ ജീവിച്ചു വന്നു. അവൻ ആ കാട്ടിലുള്ള മരങ്ങൾ വെട്ടി വിറ്റ് തന്റെ ജീവിതം നയിച്ചു വന്നു. അവൻ ഒരു അനാഥനാണ്. പക്ഷെ എപ്പോഴും അവനോടൊപ്പം ഒരു പട്ടിക്കുട്ടി കാണും. ഷേരു എപ്പോഴും അവനോടൊപ്പം തന്നെ ആയിരിക്കും. ഇവിടെ നോക്ക് ഷേരു, ഇന്ന് എപ്പോഴും നീ ഇവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ. എപ്പോഴും പോലെ എന്റെ കൂടെ തന്നെ നീ വരാൻ പാടില്ല, മനസ്സിലായോ? ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് ഇതുപോലെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മരം വെട്ടാൻ വരുമ്പോൾ നീ എന്റെ പുറകിൽ തന്നെയാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ നീ എവിടെയെങ്കിലും മിണ്ടാതെ പോയി കിടക്കണം, മനസ്സിലായോ? നീ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യില്ലല്ലോ, മനസ്സിലായോ? ഓർമ്മിച്ചു വെച്ചോ. ശ്ലോകിന് സംസാരിക്കാൻ എപ്പോഴും അവനോടൊപ്പം ഷേരു കാണുമായിരുന്നു. ശ്ലോക് എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു. എന്നത്തെയും പോലെ ശ്ലോക്കും ഷേരുവും കാട്ടിനകത്തേക്ക് ചെന്നു. ശ്ലോക് ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷേരു അവിടെയും ഇവിടെയും നടന്നുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിനകം ശ്ലോകിന് ഷേരു കരയുന്ന ശബ്ദം കേട്ടു. എന്തു പറ്റി? നീ എന്തിനാണ് ഇങ്ങനെ കുരയ്ക്കുന്നത്? ഷേരു വളരെ ശബ്ദത്തോടെ മുകളിലേക്ക് നോക്കി കുരച്ചുകൊണ്ടേയിരുന്നു. ശ്ലോകിന് അവിടെ ഒരു കാക്ക വിളിക്കുന്ന ശബ്ദവും കേട്ടു. ശ്ലോക് അവിടെ ചെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഇത് എന്തൊരു കാക്കയാണ്? ഇതിന്റെ കളറ് വല്ലാത്ത വിചിത്രമായിട്ടുണ്ടല്ലോ. ശ്ലോക് ഒരുപാട് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കാക്കയുടെ കാലിൽ നൂല് കുടുങ്ങി അത് മരത്തിൽ ചുറ്റിക്കിടക്കുന്നത് അവൻ കണ്ടു. എന്റെ ദൈവമേ, ഇതിന്റെ കാലിലും കഴുത്തിലും പട്ടത്തിന്റെ നൂലാണല്ലോ കുടുങ്ങിയിരിക്കുന്നത്. പിന്നീട് ആ വെള്ള കാക്കയെ രക്ഷിക്കാനായി ശ്ലോക് ആ മരത്തിനു മുകളിലേക്ക് കയറി. പിന്നീട് അവൻ ആ കാക്കയെ മരത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്നു. ആ കാക്കയുടെ കഴുത്തിൽ കുടുങ്ങിയിരുന്ന നൂലും അവൻ കട്ട് ചെയ്തെടുത്തു. പേടിക്കണ്ട സുഹൃത്തെ, നീ ഇപ്പോ ഭദ്രമായിട്ടാണ് ഉള്ളത്. ശ്ലോക് ആ കാക്കയെ സ്നേഹത്തോടെ കൈകൾ കൊണ്ട് തലോടി. പിന്നീട് അവർ നദീനരികിലേക്ക് ചെന്ന് അതിന് വെള്ളം കുടിക്കാൻ കൊടുത്തു. സുഹൃത്തെ, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, നീ ഒന്നും പേടിക്കണ്ട. പിന്നീടാണ് ശ്ലോക് തന്റെ കൈ ശ്രദ്ധിച്ചത്. മരത്തിൽ കയറുമ്പോൾ അവന്റെ കയ്യിൽ എന്തോ അറിയാതെ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും രക്തവും വരുന്നുണ്ടായിരുന്നു. ഒന്നും പ്രശ്നമില്ല സുഹൃത്തെ, ഇതൊക്കെ വേഗം ശരിയാവും എനിക്ക്. ആ കാക്ക പറന്നു വന്ന് ശ്ലോകിന്റെ കയ്യിൽ ചെന്നിരുന്നു. ആ വെളുത്ത കാക്ക അതിന്റെ മൂക്കുകൊണ്ട് അവന്റെ കയ്യിലേക്ക് തൊട്ടെന്ന് തന്നെ ആ മുറിവ് മാഞ്ഞു പോയി. വളരെ നന്ദിയുണ്ട് സുഹൃത്തെ, നീ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ, കാരണം ഞാനൊരു മായവെള്ളക്കാക്കയാണ്. വാ, നീ എനിക്ക് സഹായം ചെയ്തിട്ടുണ്ട്. നിന്നെ കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഉള്ളത്. പറയൂ സുഹൃത്തെ, ഞാൻ നിനക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും വേണ്ട സുഹൃത്തെ, കുഴപ്പമില്ല, പറയൂ മോനെ. ആലോചിക്കൂ, നിന്റെ എല്ലാ ആഗ്രഹവും ഞാൻ നടത്തിത്തരാം. ശരി, എന്നാ ഗ്രാമത്തിലുള്ള എല്ലാ വീടും നീ നല്ല ആക്കി തരൂ. ഇതാ ഇപ്പം നോക്കിക്കോ. വെള്ളക്കാക്ക ഒരു മന്ത്രം പറഞ്ഞു. നിന്റെ ആഗ്രഹമൊക്കെ നടന്നു കഴിഞ്ഞു. ശരിക്കും? എന്നാ വാ, നമുക്ക് തിരിച്ചു പോയി നോക്കാം. ശ്ലോകിന് അവിടെ നിന്ന് തന്നെ അവരുടെ ഗ്രാമത്തിലെ വലിയ വീടുകൾ കാണാൻ പറ്റി. വളരെ നന്ദിയുണ്ട് മായ വെള്ളക്കാക്കേ. നിനക്ക് വേറെ ആഗ്രഹമൊന്നും ഇല്ലേ? ഇല്ല സുഹൃത്തേ. ശരി, എന്നാ ഞാനിപ്പോ പോയിക്കോട്ടെ. ഭദ്രമായിട്ട് പോയിട്ട് വാ. ആ മാന്ത്രിക വെള്ളക്കാക്ക അവിടെ നിന്നും പറന്നുപോയി. ശ്ലോക് വീണ്ടും മരങ്ങൾ മുറിക്കാനായി അവിടെ നിന്നും പോയി. ആ മാന്ത്രിക വെള്ളക്കാക്ക ഒരു ശിഖരത്തിൽ ചെന്നിരുന്നു. എന്നിട്ട് അത് ആലോചിക്കാൻ തുടങ്ങി. അടേ, ഇതേ വേറെ ആരെങ്കിലും എന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർണവും പിന്നെ ജീവിതം ഫുള്ളായിട്ട് സന്തോഷം വേണമെന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവൻ എല്ലാവരും ഗ്രാമത്തിന് വേണ്ടി വീട് വേണമെന്നല്ലാണല്ലോ ചോദിച്ചത്. അവൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അവന് കുറെ സഹായം നമ്മൾ ചെയ്യണം. ശ്ലോക്കും ഷേരുവും വീണ്ടും ഗ്രാമത്തിലേക്ക് പോയി. അവിടെ എല്ലാരും സന്തോഷത്തോടെയായിരുന്നു. ഇവിടെ നോക്ക് മോനെ ശ്ലോക്, നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ എല്ലാവരുടെ വീടും വലുതായിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ദൈവത്തിനെ അറിയാവൂ. ഇനി മുതൽ മഴക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വെള്ളം വരില്ല. ഇത് വളരെ നല്ല കാര്യമാണല്ലോ മുത്തശ്ശി. ശ്ലോക് തന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീടും നല്ല പുതിയ വീടായി മാറിയിരുന്നു. കണ്ടില്ലേ ഷേർ, ഇപ്പൊ നമ്മളുടെ വീട് വളരെ വലുതായിട്ടുണ്ട്. ശ്ലോക് നല്ല രീതിയിൽ അവന്റെ വീട് നോക്കി. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്ന് ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ആ മാന്ത്രിക വെള്ളക്കാക്ക പറന്നു വന്ന് അവന്റെ ജനാലയിൽ ഇരുന്നു. ആ മാന്ത്രിക വെള്ളക്കാക്കയെ കണ്ടതും ഷേരു വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി.
പിന്നീട് ആ മാന്ത്രിക വെള്ളക്കാക്ക പറന്നു ചെന്ന് തൊട്ടടുത്തുള്ള മരത്തിലിരിക്കാൻ തുടങ്ങി. ശ്ലോക് തന്നെ കാണാൻ പാടില്ലെന്ന് വിചാരിച്ച് അത് മരത്തിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ശ്ലോക് ആഹാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം അവന്റെ വീട്ടിന്റെ പുറത്ത് 3 പിച്ചക്കാരന്മാർ വന്നു. ശ്ലോക് എല്ലാവർക്കും ആഹാരം നൽകി. പിന്നീട് പുറത്തു വന്ന് അവൻ ഷേരുവിനും ആഹാരം നൽകി. പിന്നീട് അവനും ആഹാരം കഴിക്കാൻ തുടങ്ങി. മരത്തിന്റെ മേലിലിരുന്ന ആ വെള്ളക്കാക്ക ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൻ തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ്. ഇവനെ പോലെ മനുഷ്യന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. കഴിച്ചു കഴിഞ്ഞതിനു ശേഷം ശ്ലോക് ഷേരുവിനോടൊപ്പം കിടന്നുറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ പുറത്തെന്തോ ശബ്ദം കേൾക്കുന്നത് കണ്ട് ശ്ലോക് എണീറ്റു. അവൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ ആൾക്കാരൊക്കെ മരത്തിലേക്ക് കല്ലെറിയുന്നുണ്ടായിരുന്നു. എടാ വെള്ളക്കാക്കയോ, അതിനെ പിടിക്കോ അവനെ. ഇതിനെ പിടിച്ച് നമുക്ക് വിറ്റാലേ നമുക്ക് നല്ല കാശ് കിട്ടും. എടാ അത് പറക്കുന്നുണ്ട്, പിടിക്കൂ. ആ മാന്ത്രിക വെള്ളക്കാക്ക വീണ്ടും ഏതോ പ്രശ്നത്തിൽ കുടുങ്ങിയെന്ന് ശ്ലോകിന് മനസ്സിലായി. അയ്യോ ചേട്ടാ, ഒരു മിനിറ്റ്. എന്താണ്? ഗ്രാമത്തിന്റെ പുറകിൽ ഒരു പണം കായ്ക്കുന്ന മരമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ത് പണം കായ്ക്കുന്ന മരോ? ആ വേഗം പോവൂ. ആ ശരി, ഞങ്ങൾ പോവാം. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും തന്നെ പെട്ടെന്ന് ഗ്രാമത്തിന്റെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവൻ മരത്തിന്റെ മുകളിലിരുന്ന ആ വെള്ളക്കാക്കയെ കണ്ടു. ആ മാന്ത്രിക കാക്ക പറന്ന് ശ്ലോകിനരികിലേക്ക് വന്നു. ഇന്നൊരു പ്രാവശ്യവും നീ എന്നെ രക്ഷിച്ചുവല്ലോ. അതും ശരിയാണ്, പക്ഷെ നീ ഗ്രാമത്തിൽ എന്താ ചെയ്യുന്നത്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിന്നെ പോലെ ഒരു മനുഷ്യനെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ആഗ്രഹം നിറവേറി കഴിഞ്ഞു തോന്നുന്നു. പക്ഷെ എന്തിന്? വെള്ളക്കാക്ക ഒരു മാന്ത്രികത ചെയ്തു. ഉടനെ അവിടേക്ക് ഒരു വെളുത്ത കല്ല് വന്നു. ഈ കല്ല് ഒരു മായച്ചായ കല്ലാണ്. ഇതൊരു സാധാരണ കല്ലല്ല. ഈ കല്ല് വെച്ചിട്ട് നീ ഏത് സാധനം തൊട്ടാലും അത് സ്വർണമായിട്ട് മാറിക്കഴിയും. മനസ്സിലായോ? മായച്ചായ കല്ലോ. ഇപ്പൊ ഈ കല്ല് ഞാൻ നിന്റെ അടുത്ത് തന്നോളാം. ഇത് വെച്ചിട്ട് നീ ജനങ്ങൾക്ക് സഹായിക്കൂ. ആ മാന്ത്രിക വെളുത്ത കാക്ക ആ കല്ല് ശ്ലോകിന്റെ കയ്യിലേക്ക് നൽകി. ഞാൻ ഇത് വെച്ചിട്ട് എല്ലാ പാവപ്പെട്ടവരും സഹായിക്കാം. എനിക്ക് നിന്റെ മേലെ മുഴുവൻ വിശ്വാസമുണ്ട് ശ്ലോക്. ശരി, ഇപ്പൊ ഞാൻ തിരിച്ചു പോവാണ്. ഇല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ തിരിച്ചു വരും. ശരി. ആ മാന്ത്രിക വെളുത്ത കാക്ക അവിടെ നിന്നും പറന്നുപോയി. കാക്ക പറന്നുപോയതിനു ശേഷം ശ്ലോക് വീട്ടിനകത്തേക്ക് വന്ന് ഒരു സാധനം എടുത്ത് അതിനെ ആ കല്ലിന്റെ മേലിൽ തേച്ചു നോക്കി. ഉടനെ തന്നെ ആ വസ്തു സ്വർണമായി മാറി. പിന്നെ മറ്റു ചില സാധനങ്ങൾ എടുത്ത് അവൻ വീണ്ടും ആ കല്ലിലേക്ക് ഉരസി നോക്കി. എല്ലാ വസ്തുക്കളും സ്വർണമായി മാറി. വാ, ഇത് ശരിക്കും ഒരു അതിശയം തന്നെയാണല്ലോ. ഞാൻ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റിട്ട് ഒരു വലിയ ആശ്രമം നടത്താൻ പോവുകയാണ്. പിന്നെ എല്ലാ പാവപ്പെട്ടവരും വളരെ സന്തോഷത്തോടെ ജീവിക്കല്ലോ. പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടി ഞാൻ ആശ്രമം ഉണ്ടാക്കും. അവൻ പറഞ്ഞതുപോലെ തന്നെ ശ്ലോക് ഒരു ആശ്രമം രൂപീകരിച്ചു. പിന്നീട് മൃഗങ്ങൾക്ക് വേണ്ടിയും അവൻ വേറൊരു ആശ്രമം രൂപീകരിച്ചു. അവൻ എല്ലാ ജനങ്ങളെയും സഹായിക്കാൻ തുടങ്ങി. അനാഥനായി തനിച്ചു ജീവിച്ച ശ്ലോകിന് ഇപ്പോൾ ഒരു കുടുംബം തന്നെ കിട്ടിക്കഴിഞ്ഞു. പാവപ്പെട്ടവർക്കും ഒരു കുടുംബം കിട്ടി. ഇങ്ങനെയാണ് മാന്ത്രിക വെള്ളക്കാക്കയുടെ കല്ല് പാവപ്പെട്ടവർക്കും ശ്ലോകിനും ഒരു നല്ല ജീവിതം നൽകിയത്.